യഥാർത്ഥത്തിൽ ഇല്ലാത്ത ചിത്രം, പക്ഷേ എല്ലാവർക്കും കാണാം മാതാവിൻ്റെ അത്ഭുത ചിത്രം. അർജന്റീനയിലെ ആൾട്ടാ ഗ്രാസിയയിലുള്ള ലൂർദ് മാതാവിൻ്റെ ചാപ്പലിലാണ് ഇങ്ങനെയൊരു അപൂർവ ചിത്രമുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയൊരു ചിത്രം ഭൗതികമായി അവിടെ ഇല്ല എന്നതാണ് എല്ലാവരിലും ആശ്ചര്യമുണർത്തുന്ന കാര്യം. അൾത്താരയുടെ മുകളിലായിട്ടാണ് ചിത്രം കാണപ്പെടുന്നത്. ഇതൊരു സാധാരണ ചിത്രവുമല്ല. മാതാവിൻ്റെ വസ്ത്രത്തിൻ്റെ ചുളിവുകൾ വരെ കാണാവുന്ന ത്രിമാന ചിത്രമാണത്. അമിത ഭക്തി കൊണ്ട് ഏതാനും പേർക്ക് മാത്രമല്ല ഇത് കാണുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും കാണാം ഈ ഇല്ലാത്ത ചിത്രം. ഫോട്ടോഗ്രാഫുകളിലും ചിത്രം ദൃശ്യമാകുന്നു. അർജന്റൈൻ ന്യൂസ് ഏജൻസി AICA റിപ്പോർട്ട് ചെയ്യുന്നു, മാതാവിൻ്റെ ചിത്രം ആദ്യം കാണപ്പെട്ടതുപോലെ തന്നെ ഇപ്പോഴും കാണാം. അല്പം കൂടി വ്യക്തമായി ഇപ്പോൾ കാണാൻ കഴിയുന്നു. യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് ആൾട്ടായിലെ ലൂർദ് മാതാവിൻ്റെ ചാപ്പലിൻ്റെ അധികാരികളെ ഉദ്ധരിച്ച് ACI പ്രൻസ ന്യൂസും റിപ്പോർട്ട് ചെയ്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് മുതൽ ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. 22 മൈലുകളോളം ദൂരത്തുള്ള കോർഡോബ നഗരത്തിൽ നിന്ന് ഏകദേശം 30,000 തീർത്ഥാടകരാണ് 2023 മാത്രം ഈ ദേവാലയം സന്ദർശിച്ചത്. ഈ വർഷം ഈ ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ 47-ാം വർഷമായിരുന്നു. ഈ അത്ഭുത ചിത്രത്തിൻ്റെ ചരിത്രം. ആൾട്ടാ ഗ്രാസിയയിലെ പരിശുദ്ധ കന്യകയുടെ വലിയ ചാപ്പലിനോടനുബന്ധിച്ച് 1916 ലൂർദിലെ മാതാവിൻ്റെ നാമത്തിൽ ഒരു ഗ്രോട്ടോ ക്രമീകരിക്കപ്പെട്ടു. 1922 ഗ്രോട്ടോയ്ക്ക് സമീപം ഒരു ചാപ്പൽ നിർമ്മിക്കാനായി ഒരു കമ്മീഷനെ നിയോഗിച്ചു. 1924 ശിലാസ്ഥാപനം നടത്തി. 1927 ചാപ്പൽ നിർമ്മാണം പൂർത്തിയാക്കി വെഞ്ചരിച്ചു. ചാപ്പലിലെ അൾത്താരയ്ക്ക് മുകളിൽ ലൂർദ് മാതാവിൻ്റെ ഒരു രൂപം സ്ഥാപിച്ചു. 2011 പകുതിയോടെ ചാപ്പലിൻ്റെ നവീകരണാർത്ഥം ദൈവമാതൃരൂപം താൽക്കാലികമായി താഴേക്ക് എടുത്തുമാറ്റി. അങ്ങനെ ആ രൂപം ഇരുന്ന സ്ഥലം ശൂന്യമായാണ് കിടന്നിരുന്നത്. ഒരു ദിവസം ചാപ്പലിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന വൈദികൻ ചാപ്പൽ അടയ്ക്കാനായി ചെന്നപ്പോൾ മാതാവിൻ്റെ രൂപം മാറ്റി ശൂന്യമായി കിടന്ന സ്ഥലത്ത് മാതാവിൻ്റെ അത്ഭുത ചിത്രം കണ്ടു. വൈദികൻ പ്രധാന വാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ഈ അസാധാരണ പ്രതിഭാസം കാണുന്നത്. ശൂന്യമായി കിടന്ന സ്ഥലത്ത് പ്ലാസ്റ്റർ കൊണ്ട് നിർമ്മിച്ചതുപോലെയാണ് ചിത്രം കാണപ്പെട്ടത്. എന്നാൽ അടുത്തു വന്ന് നോക്കുമ്പോൾ വ്യക്തത കുറയുന്നത് പോലെ തോന്നും. ഇപ്രകാരം പലതവണ അടുത്തു വന്നപ്പോഴെല്ലാം അത് മങ്ങുന്നത് പോലെ തോന്നി. വാസ്തവത്തിൽ അവിടെ ഒരു ചിത്രമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ദൈവമാതൃ ചിത്രം വ്യക്തമായി കാണുകയും ചെയ്യാമായിരുന്നു. ഈ പ്രതിഭാസം എല്ലാവർക്കും ദൃശ്യമായതിനാൽ തീർത്ഥകേന്ദ്രത്തിലെ നിഷ്പാതുക കർമ്മലീത്ത വൈദികൻ 2011 ഈ അത്ഭുത ചിത്രത്തിന് എല്ലാവരും കാണുന്നതല്ലാതെ മറ്റൊരു വിശദീകരണമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ക്രൈസ്തവ വിശ്വാസം വർദ്ധിപ്പിക്കാനും ആഴപ്പെടുത്തുവാനുമുള്ള ഒരു അടയാളമായി ദൈവജനം ഇതിനെ മനസ്സിലാക്കണമെന്ന് അതിൽ സൂചിപ്പിച്ചിരുന്നു. ദൈവസ്നേഹത്തിലേക്ക് ഹൃദയങ്ങളെ അടുപ്പിക്കാനും സഭയോട് ചേർന്ന് നിൽക്കാനുമുള്ള ഒരു അടയാളമെന്ന നിലയിലും ഈ ചിത്രത്തെ കാണാമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ അത്ഭുത ചിത്രം മറ്റെല്ലാ ദൈവമാതൃ ചിത്രങ്ങളും പോലെ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കാരണമായി തീരട്ടെ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.